നോക്കൂ, ഇറാൻ ഒരിക്കലും ഒരു ആക്റ്റീവായിട്ടുള്ള യുദ്ധം ആഗ്രഹിച്ചിട്ടൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇറാൻ ഇതൊരു പ്രോക്സി വാറായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇസ്രായേൽ ഇപ്പൊ ചെയ്തത് അവരെ പൂർണ്ണമായും എക്സ്പോസ് ചെയ്തു, എന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവിടെയാണ് ഇറാൻ ആക്ച്വലി അവരുടെ കാൽക്കുലേഷൻസ് തെറ്റിപ്പോയത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു യുദ്ധം മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ ഇറാനെ പൂർണ്ണമായി അങ്ങ് തകർക്കാനൊന്നും സാധിക്കില്ല. കാരണം ഇറാന്റെ സപ്പോർട്ടിൽ ഞാനൊരു പക്ഷേ എന്റെ ഒരു വിലയിരുത്തൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ അവിടെ ഉണ്ടാവും. കാരണം റഷ്യ ഇറാന്റെ ഒരു സ്ട്രാറ്റജിക് അലൈയാണ്, ആംസ് സപ്ലയർ ആണ്. യു എസുമായിട്ടുള്ള എന്താ പറയാ താല്പര്യങ്ങളിൽ കുറച്ച് ഓപ്പോസിറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. മാത്രമല്ല മിഡിൽ ഈസ്റ്റ് ഒരു വലിയ ഇൻഫ്ലുവൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചൈന എന്ന് പറയുന്നത് ഇറാന്റെ ഒരു എനർജി പാർട്ട്ണറാണ്. 25 വർഷത്തെ അവരൊരു എനർജി കോപ്പറേഷൻ ഡീലൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഇറാഖിലെ ഇപ്പോഴത്തെ റെജീം എന്ന് പറഞ്ഞാൽ ഷിയ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ്. അപ്പൊ അവരും തീർച്ചയായിട്ടും ഇറാന്റെ സപ്പോർട്ടിൽ നിൽക്കും. നോർത്ത് കൊറിയ എന്തായാലും ഒരു വെപ്പൺ ട്രേഡ് അല്ലെങ്കിൽ ഒരു ആന്റി വെസ്റ്റേൺ ഐഡിയോളജി വെച്ചിട്ട് അലൈൻ ചെയ്യുന്നുണ്ട്. അൾജീരിയ പോലുള്ള രാജ്യങ്ങൾ അവർ സ്ട്രോങ് ആയിട്ട് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. മാത്രമല്ല ഇന്റർനാഷണൽ ഫോഴ്സ് ഇസ്രായേലിനെതിരെ സംസാരിക്കുന്ന രാജ്യങ്ങളാണ്. ഖത്തർ പോലുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ മീഡിയേറ്റ് ചെയ്യാൻ നോക്കിയായിരിക്കും, പക്ഷെ കുറച്ചുകൂടെ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളായിട്ട് സിമ്പത്തറ്റിക് ആയി നിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പം ഇറാനെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ ഇറാൻ അങ്ങ് പൂർണ്ണമായി പരാജയപ്പെടും അല്ലെങ്കിൽ ഇറാൻ തോറ്റുപോകും, തോറ്റു പിന്മാറുമെന്നൊന്നും നമുക്ക് പ്രവചിക്കാനുള്ള സമയമായിട്ടില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഇറാൻ ഇവിടെ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇറാൻ NPT സൈൻ ചെയ്തൊരു രാജ്യമാണ്. പക്ഷെ എന്നിട്ട് പോലും അവർ ആ ട്രീറ്റി ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ പറഞ്ഞ പോലെ അവരൊരു ബ്രേക്ക് ഔട്ട് കേപ്പബിലിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർക്ക് ഒരു ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു യുദ്ധം ഇപ്പോൾ തുടങ്ങിയത് തന്നെ, ഇസ്രായേൽ ഈ ഒരു യുദ്ധം തുടങ്ങി വെച്ചത്. മാത്രമല്ല ഇറാൻ ഈ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് ിലേക്ക് എത്തിക്കഴിഞ്ഞാൽ US-ന്റെ ചില താല്പര്യങ്ങളെ അത് ബാധിക്കും. അപ്പൊ ഇതിൽ US-ന്റെ താല്പര്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. കാരണം ഇറാൻ ഒരു ന്യൂക്ലിയർ പവറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡിക്ലയർഡ് ന്യൂക്ലിയർ പവറായി കഴിഞ്ഞാൽ സാങ്ഷൻസ് പലതും ഒഴിവാക്കേണ്ടി വരും. ഗൾഫ് റീജിയനിലെ US-ന്റെ ഒരു നേവൽ പ്രസൻസ് അതിനെ ബാധിച്ചേക്കാം. പിന്നെ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ്, അതിനാണ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഓയിൽ ഷിപ്പിങ്ങിന്റെ ഒക്കെ ഒരു വലിയ റൂട്ടാണത്. ലോകത്തിന്റെ 20% ഓയിലും ഈ പോയിന്റിലൂടെ കടന്നു പോകുന്നത്. അവിടെ ഇറാന് ഡോമിനേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് വലിയ തോതിൽ ട്രേഡിനെ ബാധിക്കും. അമേരിക്കയുടെ ഒരു ഇൻഫ്ലുവൻസ് വലിയ തോതിൽ അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് US ഈ റീജിയനെ എന്താ പറയാ, ഈ റീജിയനിലുള്ള ഇറാന്റെ സ്വാധീനം ഇല്ലാതിരിക്കാനാണ് US ഒരു പക്ഷേ ഇസ്രായേലിന്റെ കൂടെ നിൽക്കാൻ ഈ ഒരു യുദ്ധത്തിൽ തയ്യാറാവുന്നു. മാത്രമല്ല അവർക്ക് വലിയ താല്പര്യങ്ങളുണ്ട് ഈ ഒരു വിഷയത്തില്. ഇസ്രായേൽ ഇനി ഒരു പക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം NPT അവർ സൈൻ ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഒരു എന്താ പറയുക നിലനിൽപ്പിന്റെ വിഷയമാണത്. ഇസ്രായേൽ പല സമയത്തായിട്ട് പല യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതായത് 48-ലെ യുദ്ധമാണെങ്കിലും 56-ലെ ഈജിപ്റ്റായിട്ടുള്ള യുദ്ധമാണെങ്കിലും 60-ലെ എന്താ പറയുക യുദ്ധമാണെങ്കിലും അല്ലെങ്കിൽ 67-ലെ 6 Day വാർ, ഈജിപ്റ്റ്, സിറിയ, ജോർഡൻ, ഇറാഖ്, ഇങ്ങനെയുള്ള യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ 73, 82 ലെബനായിട്ടുള്ള. അപ്പൊ ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവർ ഒരിക്കൽ പോലും ഒരു ന്യൂക്ലിയർ ത്രെറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീഷണി അവർ മുഴക്കിയിട്ടില്ല. ഇസ്രായേലിന്റെ ഒരു എന്താ പറയുക ഒരു ഡിക്ലയർഡ് പൊസിഷൻ അവർ ന്യൂക്ലിയർ പവർ ആണെന്നല്ല, ബട്ട് എങ്കിൽ കൂടി 60-കളിൽ അവർക്ക് ഒരു മീൻസ് ഇൻ 60s അവരത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പൊതുവെ ഉള്ളൊരു ഡിസ്കഷൻ. ബട്ട് അങ്ങനെയെങ്കിൽ പോലും ഇസ്രായേൽ ഒരിക്കലും ഒരു ന്യൂക്ലിയർ ത്രെറ്റ് അല്ല. പക്ഷെ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരു ന്യൂക്ലിയർ പവറായി മാറിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതൊരു ന്യൂക്ലിയർ ടെററിസം അതിലേക്ക് വളരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഒരു സംഘർഷം മുന്നോട്ട് നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഇവിടെ ഒരു എന്താ പറയുക ഒരു കോംപ്രമൈസിലേക്ക് എത്തുകയാണെങ്കിൽ ഇറാൻ ന്യൂക്ലിയർ പവർ ട്രീറ്റി ഇതിൽ എന്ത് പൊസിഷനാണ് എടുക്കാൻ പോകുന്നത്, ഇറാൻ ന്യൂക്ലിയർ പവറുമായി ഡീൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇനി മുന്നോട്ട് എന്ത് പൊസിഷൻ എടുക്കും എന്നത് കൂടുതൽ വ്യക്തമാക്കിയാലേ ഈ ഒരു യുദ്ധ ഒരു അവസാനത്തിലേക്ക് എത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ ഒരു വാർ നടന്നു കഴിഞ്ഞാൽ അത് ഏഷ്യൻ റീജിയനെ വലിയ രീതിയിൽ ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ പോലെ